കൊല്ലത്ത് ക്ഷേത്ര പരിസരത്ത് വെച്ച് പോലീസ് വാഹനം ഇടിച്ചു നിരത്തി രക്ഷപ്പെട്ട പ്രതിയെ പിടികൂടി. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ സജീവാണ് തമിഴ്നാട് തെങ്കാശിയിൽ നിന്ന് അറസ്റ്റിലായത്. പോലീസുകാരുടെ കണ്ണിൽപ്പെടാതിരിക്കാൻ താടിയും മുടിയും വടിച്ച് രൂപമാറ്റം വരുത്തി ഒളിവിൽ കഴിയുകയായിരുന്നു. തിങ്കളാഴ്ച രാത്രിയായിരുന്നു സിനിമാ സ്റ്റൈലിൽ പോലീസ് വാഹനം ജീപ്പ് ഇടിച്ചുകൊണ്ട് തകർത്തുള്ള സജീവിന്റെ പരാക്രമം. പത്തനാപുരം പുത്തൻകാവ് ക്ഷേത്രത്തിന്റെ പാചകപ്പുരയിൽ സജീവ് അൽസേഷൻ നായയുമായി എത്തിയതോടെയാണ് വിവാദങ്ങൾക്ക് തുടക്കമാകുന്നത്. ക്ഷേത്ര പാചകപ്പുരയിൽ വളർത്തുനായയുമായി എത്തിയ സജീവിനെതിരെ ക്ഷേത്രം ഭാരവാഹികൾ പരാതി നൽകി. പിന്നാലെ പോലീസ് എത്തി സജീവിനെ പറഞ്ഞയച്ചു. ഇതിൽ പ്രകോപിതനായതോടെ സജീവ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റിന്റെ 2 വാഹനങ്ങളുടെ ചില്ല് അടിച്ചു തകർക്കുകയും പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് സ്ഥലത്തെത്തിയ പോലീസ് വാഹനം ജീപ്പ് കൊണ്ട് ഇടിച്ചുകൊണ്ടുള്ള സജീവന്റെ അഭ്യാസ പ്രകടനം. സജീവന്റെ പരാക്രമത്തിൽ 3 പോലീസുകാർക്ക് പരിക്കേറ്റു. ആക്രമണത്തിനു ശേഷം അതേ ജീപ്പിൽ മൂവാറ്റുപുഴയിലേക്കാണ് പ്രതി പോയത്. ജീപ്പ് അവിടെ ഉപേക്ഷിച്ച് തമിഴ്നാട്ടിലേക്ക് കടന്നു. സജീവ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത് പോലീസിന് വെല്ലുവിളിയായി. ഈ സമയം സജീവന്റെ അനുയായികൾ പോലീസിനെതിരെ റീൽസുകളിട്ട് സമൂഹമാധ്യമങ്ങളിൽ ആഘോഷം തുടങ്ങിയിരുന്നു. പ്രതി മറ്റൊരു വഴിയിൽ തെങ്കാശിയിലുള്ള ഒരാളെ ബന്ധപ്പെട്ടതായി പത്തനാപുരം CI ബിജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം മനസ്സിലാക്കി. പിന്നാലെ തന്ത്രപരമായ നീക്കത്തിലൂടെ തെങ്കാശിയിലെത്തി പ്രതിയെ പിടികൂടി. താടിയും മുടിയും മുറിച്ച് രൂപമാറ്റം വരുത്തിയാണ് പ്രതി ഒളിവിൽ കഴിഞ്ഞത്. സജീവനെ പത്തനാപുരത്തെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. വധശ്രമം അടക്കമുള്ള വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയത്. വെല്ലുവിളിച്ച സജീവന്റെ അനുയായികൾക്ക് ഔദ്യോഗിക പേജിലൂടെ പോലീസ് മറുപടിയും നൽകി. വർഷങ്ങൾക്ക് മുമ്പ് മണ്ണ് കടത്താൻ ശ്രമിക്കുന്നതിനിടെ പിന്നാലെ എത്തിയ പോലീസുകാരെ ആക്രമിച്ച കേസിലും ഇയാൾ പ്രതിയായിരുന്നു. ടിപ്പറിലെ മണ്ണ് പോലീസ് ജീപ്പിന് മുകളിലേക്ക് തട്ടിയിട്ടായിരുന്നു അന്നത്തെ രക്ഷപ്പെടൽ. ന്യൂസ് മലയാളം, കൊല്ലം.